theorem. If S is equal to W1, W2, etc. WR is a non-empty set of vectors in V, then first theorem, the set W of all possible linear combination of the vectors of S is a subspace of V. And second one, the set W is the smallest subspace of V containing S. എന്താണ് ഈ തിയറം പറയുന്നത്? അത് നോക്കാം. ഈ തിയറം സിമ്പിൾ ആണ്. W എന്നുള്ള ഒരു V എന്നുള്ള ഒരു വെക്ടർ സ്പേസ്, ഇതാണ് V. ഈ വിന്റെ ഉള്ളിലുള്ള ഏതാനും ചില എലമെന്റ്സ് ആണ് W1, W2, W3, etc. WR. ഓക്കെ, ഇതിന്റെ W എന്നാൽ ഈ W1ന്റെയും W2ന്റെയും W3ന്റെയും എല്ലാ ലീനിയർ കോമ്പിനേഷനും എടുക്കാം. അഥവാ W എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് W is equal to L of S എന്ന് സൂചിപ്പിക്കാം. L of S എന്ന് പറഞ്ഞാൽ Sലുള്ള എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ, അതാണ് L of S എന്ന് സൂചിപ്പിക്കുന്നത്. L of S means the set of all linear combination of the elements in S. The set of all linear combination of the elements in S or vectors in S. ഇത് ഉദ്ദേശിക്കുന്നത് ഈ കോലത്തിലുള്ള എലമെന്റ്സുകൾ K1 W1 plus K2 W2 plus etc. KR WR. ഈ W1 ഉം W2 ഒക്കെ എസിലെ എലമെന്റ്സുകൾ, K1 K2 ഒക്കെ സ്കേലാർസ്. ഈ ഫോർമാറ്റിലുള്ള ആൾക്കാരാണ് W. അപ്പൊ W ഇതാ ഞാൻ എങ്ങനെ വരച്ചു വെക്കുന്നത്? W എന്ന് പറഞ്ഞാൽ ഈ W1ന്റെയും W2ന്റെയും W3ന്റെയും W4ന്റെയും എക്സെട്ര WRന്റെ ഒക്കെ ലീനിയർ കോമ്പിനേഷൻ, അഥവാ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷനും അടങ്ങിയ സെറ്റാണ് ഈ W എന്ന്. പിന്നെ ഇവർ കാണിക്കുന്നത് we have to show that W is a vector space. We have to show that W is a subspace എന്ന് കാണിക്കണം. രണ്ടാമത് കാണിക്കേണ്ട കാര്യം ആ സമയത്ത് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം ഒരു സബ്സ്പേസ് ആണ് കാണിക്കാൻ രണ്ട് കാര്യങ്ങൾ കാണിച്ചാൽ മതി. വെക്ടർ സ്പേസ് കാണിക്കാൻ 10 കണ്ടീഷൻസ് പ്രൂവ് ചെയ്യണം. സബ്സ്പേസ് ആണ് കാണിക്കാൻ യുവും വിയും രണ്ട് സ്മോൾ എലിമെന്റ്സ് ആട്ടോ. ക്യാപിറ്റൽ വി അല്ല, ക്യാപിറ്റൽ വി വെക്ടർ സ്പേസ് ആണ്. യുവും വിയും ഡബ്ല്യൂലെ രണ്ട് മെമ്പേഴ്സ് ആണെങ്കിൽ യു പ്ലസ് വി ഡബ്ല്യു ഉണ്ടെന്ന് കാണിക്കണം. അതേപോലെ യു ബിലോങ്സ് ഡബ്ല്യു ഉണ്ടെങ്കിൽ കെ യു ബിലോങ്സ് ടു ഡബ്ല്യു ഉണ്ട് കാണിക്കണം. ഈ രണ്ട് കണ്ടീഷൻ കാണിച്ചാൽ തന്നെ ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണെന്ന് കിട്ടും. ശരിയാണല്ലോ? അപ്പൊ അതിനു വേണ്ടി രണ്ടാൾക്കാർ എടുത്തു, യുവും വിയും എടുത്തു. ലെറ്റ് യു കോമ വി ബിലോങ്സ് ടു ഡബ്ല്യു. അപ്പൊ യുവിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ യുവിനെ നമുക്ക് ഏതെങ്കിലും ഒരു ഫോർമാറ്റ് കൊടുക്കാം. നമുക്ക് C1 W1 plus C2 W2 plus etc. CR WR എന്നായിരുന്നു. അതേപോലെ വിന് നമ്മൾ അതേപോലെ വേറെ കോമ്പിനേഷൻ K1 W1 plus K2 W2 plus etc. KR WR എന്നായിരുന്നു. എനിക്ക് എന്ത് കാണിക്കണം? അപ്പൊ യുവും വിയിലും ഡബ്ല്യു ഉണ്ടെങ്കിൽ ആ യുവിനും വിനും ഫോർമാറ്റ് ഇങ്ങനെ ആവണം. W1ന് W2ന് എക്സെട്ര WR ലീനിയർ കോമ്പിനേഷൻ ആവണം. അപ്പൊ അല്ലേ ഡബ്ല്യു ഉണ്ടാവുക. ഇനി കാണിക്കേണ്ടത് യു പ്ലസ് വി. എന്താണ് യു പ്ലസ് വി ഉണ്ടാവുക? യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടുക. ഇത് രണ്ടും കൂട്ടുമ്പോൾ ഇങ്ങനായി മാറൂലേ? C1 plus K1 W1 plus C2 plus K2 W2 plus etc. CR plus KR WR എന്നാവൂലേ? അഥവാ ഇത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് is a linear combination of W1, W2, etc. WR. Therefore, U plus V belongs to W. W എന്ന് പറഞ്ഞാൽ എന്താ? W means L of S ആണ്. S ലുള്ള എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. ഓക്കെ, therefore U plus V belongs to W. ഒന്നാമത്തെ പ്രൂഫ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ U belongs to W ആണെങ്കിൽ KU belongs to W എന്ന് കാണിക്കാം. അപ്പൊ അതിനു വേണ്ടി U belongs to W എടുത്തു. അപ്പൊ യുവിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ C1 W1 plus C2 W2 plus etc. CR WR. എന്തായിരിക്കും K ഉണ്ടാവുക? KU means K into C1 W1 plus C2 W2 plus etc. CR WR എന്നായി. അത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ K1 C1 W1 plus K2 C2 W2 plus etc. KR CR WR എന്നായി. നോക്കൂ, ഇതും ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് W1 W2 എക്സെട്ര WR അല്ലേ? ഇതാ കോഎഫിഷ്യന്റ് ഇതാ K1 C1 K2 C2 KR CR.
Okay, this is belongs to also W. What is W? W എന്ന് പറഞ്ഞാൽ W1 ന് W2 ന് etc. WR ന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. Therefore, KU is also belongs to W. Therefore, നമുക്ക് എന്ത് പറയാം? U plus V യും W യിലുണ്ട്, അതേപോലെ K യും W യിലുണ്ട്. Therefore, W is a subspace of V എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ പ്രൂഫിലെ ഒന്നാമത്തെ. ഇനി രണ്ടാമത് വരെ പറയുന്നത് the set W is the smallest subspace of V containing S. അഥവാ വേറൊരു W1 എന്നുള്ള ഒരു സബ്സ്പേസ് എടുത്തു. W1 നെയും W2 നെയും എക്സെട്ര WR നെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു സബ്സ്പേസ്, സെറ്റ് അല്ല, വേറൊരു സബ്സ്പേസ് കിട്ടിയാൽ, ഇത് ഇങ്ങനെ സബ്സ്പേസ് ഉണ്ട്, ആ സബ്സ്പേസിനുള്ളിൽ ആരൊക്കെ ഉണ്ട്? W1 W2 ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു W1 നിങ്ങൾ കിട്ടിയാൽ ആ W1 ഇല്ലേ, ആ W1 ന്റെ ഉള്ളിലായിരിക്കും W, അഥവാ W സബ്സ്പേസ് ഓഫ് W1 ആയിരിക്കും. എങ്ങനെ ആവൂല എന്ന് അവർ പറയുന്ന അറിയോ? ഇങ്ങനൊന്നും കിട്ടൂല എന്നർത്ഥം. ഇങ്ങനെ കിട്ടിയാൽ ഇതിപ്പോ W1 ആണെന്ന് വിചാരിച്ചു, W1 ആണ്, ഇപ്പൊ W1 സബ്സ്പേസ് ഓഫ്, ഇങ്ങനെ ആവുന്നുണ്ടോ? W1 ഉള്ളിൽ മുഴുവനായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, കുറെ ഭാഗം പുറത്തില്ലേ? അങ്ങനൊന്നും ആവൂല. അതെങ്ങനെ തന്നെ ആവുള്ളൂ? ഒരു വേറൊരു W കിട്ടുകയാണ്, W1 W2 എക്സെട്ര WR നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു W1 ആയിട്ടുള്ള സബ്സ്പേസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പിച്ചോളിൻ W എന്നുള്ളത് സബ്സ്പേസ് ഓഫ് W1 ആയിരിക്കും. W1 ന്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, അഥവാ ഈ W1 W2 എക്സെട്ര WR നെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് W ആയിരിക്കും. വേറെ ഏത് W1 എടുത്താലും ആ W1 W ന്റെ പുറത്തായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് വിചാരിക്കാം? ലെറ്റ് W1, ഇത് രണ്ടാമത്തെ കേട്ടോ, ലെറ്റ് W1 be any subspace of V containing W1, W2, etc. WR. W1 is any subspace of V containing W1, W2, etc. WR. We have to show that W subspace of W1. We have to show that W subset of W. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോ ഇങ്ങനെ കാണിക്കാൻ A subset of B എന്ന് കാണിക്കാൻ എയിലുള്ള മുഴുവൻ എലമെന്റ്സും ലെറ്റ് A belongs to A ആണെങ്കിൽ then A belongs to B എന്ന് കാണിച്ചാൽ മതി. X belongs to A implies X belongs to B ആണെങ്കിൽ A subset of B അല്ലേ? അപ്പൊ അതിനു വേണ്ടി ലെറ്റ് U belongs to W എടുത്തു. U belongs to W ആണെങ്കിൽ U ന്റെ ഫോർമാറ്റ് എന്താ? C1 W1 plus C2 W2 plus etc. CR WR. ശരിയല്ലേ? പക്ഷെ W1 എവിടുത്തെ എലമെന്റാ? ഇത് W എലമെന്റ് ആണോ നിൽക്കട്ടെ. ഈ W1 എലമെന്റ് അല്ലേ? ഈ W2 W1 എലമെന്റ് അല്ലേ? ഈ WR W1 എലമെന്റ് അല്ലേ? എന്തേ കാരണം? W1 എന്ന് പറഞ്ഞാൽ W1 നെയും, ഇത് ക്യാപിറ്റൽ W1, W1 എന്ന് പറഞ്ഞാൽ W1 നെ W2 നെ എക്സെട്ര WR നെയൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു സബ്സ്പേസ് ആണ്. അപ്പൊ ഇതൊക്കെ W1 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതും W1 സബ്സ്പേസ് ആയതുകൊണ്ട്, അഥവാ വെക്ടർ സ്പേസ് ആയതുകൊണ്ട് ഇതിന്റെയൊക്കെ ലീനിയർ കോമ്പിനേഷൻ എവിടെ ഉണ്ടാവും? W1 ൽ ഉണ്ടാവും. Therefore, U belongs to W1 എന്ന് കിട്ടി. ഓക്കെ, എന്ത് കിട്ടി? കിട്ടിയത് this is belongs to W1, this belongs to W1 ഇങ്ങനായി. Since W1 is a subspace, therefore C1 W1 plus C2 W2 plus etc. CR WR belongs to W. Therefore, U belongs to W. Sorry, W1. U belongs to W implies U belongs to W1. Therefore, W subspace of W1. ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റിയത് W ആണ് അങ്ങനത്തെ സ്മോളസ്റ്റ് ആയിട്ടുള്ള സബ്സ്പേസ് എന്ന് കിട്ടി. ഓക്കെ,